കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വിദ്യാർത്ഥികളുടെ പരീക്ഷയാണ് SSLC എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാധാന്യമുണ്ട്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അക്കാഡമിക് ജീവിതത്തിലെ വേർതിരിവ് ഡീവിയേഷൻ ഉണ്ടാകുന്നത് SSLCക്ക് ശേഷമാണ്. അപ്പോൾ എങ്ങോട്ട് തിരിയണം എന്നൊക്കെ ആലോചിക്കുന്നത് അതിന് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രക്ഷകർത്താക്കളും ഉത്കണ്ഠ ഉണ്ട് തൻ്റെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. അപ്പം നമ്മുടെ രീതി അനുസരിച്ച് ഏത് പരീക്ഷ ഏറ്റവും നല്ല റാങ്ക് കിട്ടുന്ന ഏറ്റവും ടോപ്പ് റാങ്ക് കിട്ടുന്ന കുട്ടി പരീക്ഷ എഴുതിയാലും ആ കുട്ടിക്കും രക്ഷകർത്താവിനും ഉത്കണ്ഠ ഉണ്ടാവും. റിസൾട്ട് വരുന്നത് ഉത്കണ്ഠ ഉണ്ടാവും. അതൊക്കെ മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്. കുട്ടികളാരും അങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ രക്ഷകർത്താക്കൾ കുട്ടികളെ കൂടുതൽ ഉത്കണ്ഠപ്പെടുത്തേണ്ട കാര്യമില്ല. നീ ജയിക്കുമോ നിനക്ക് എത്ര മാർക്ക് കിട്ടുമോ എന്ന് വീണ്ടും ചോദിക്കേണ്ട കാര്യമില്ല. എന്തായാലും മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഫലം പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാണ്. അതിനെല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കി കഴിഞ്ഞു. 3 മണിക്ക് പ്രസിദ്ധീകരിക്കുക. 4 മണിയോടുകൂടി കുട്ടികൾക്ക് ഫലം അറിയുന്നതിനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാറുള്ളത്, ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പാണ്, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഫലം പ്രഖ്യാപിക്കുന്നത്. ഒന്ന്, ഈ പരീക്ഷ നടത്തിപ്പെന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. കാരണം അതിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് അതിന് വലിയൊരു പരിശ്രമം നടത്തണം. അതിനുശേഷം ചോദ്യപേപ്പർ നിർമ്മാണമുണ്ട്. അതാണ് 1 മാസക്കാലം നീണ്ടുന്ന ഒരു ക്യാമ്പാണ്. രഹസ്യമായിട്ടുള്ള പ്രസ്സിൽ പ്രിൻ്റ് ചെയ്യണം. അതിനുശേഷം ചോദ്യപേപ്പർ കൊണ്ടുവന്ന് ട്രഷറിയിൽ സൂക്ഷിക്കണം. ട്രഷറിയിൽ നിന്നൊക്കെ എടുത്ത് കൊടുക്കുമ്പോഴൊന്നും മാറാൻ വേണ്ടി പാടില്ലല്ലോ. അത്ര ജാഗ്രതയോടെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അത്രയും ജാഗ്രതയോടെ നടത്തുന്ന ഒരു പരീക്ഷയാണ് ഇപ്രാവശ്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു നേരത്തെ റിസൾട്ട് പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസ്സും 2 ആഴ്ച മുമ്പേ ആരംഭിക്കാൻ വേണ്ടി പറ്റും. 1ാം വർഷ ഹയർ സെക്കൻഡറി. ഇപ്രാവശ്യം വേറൊരു പ്രത്യേകതയുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം ഈ ഉന്നത പഠനത്തിന് അവസരം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സീറ്റ് ഒക്കെ വർദ്ധിപ്പിച്ചത്, ബാച്ചും അഡീഷണൽ സീറ്റും ഒക്കെ വർദ്ധിപ്പിച്ചത് 1 അലോട്ട്മെൻറ്റും 2 അലോട്ട്മെൻറ്റും 3 അലോട്ട്മെൻറ്റും കഴിഞ്ഞ ശേഷമാണ്. ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം അനുവദിച്ച അത്രയും സീറ്റും ബാച്ചും സെയിം സംഗതി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മുൻകൈ എടുത്തിട്ട് ക്യാബിനറ്റിൽ വെച്ച് തീരുമാനമെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ 1 അലോട്ട്മെൻറ്റിൽ തന്നെ ഈ ഇത്രയും കുട്ടികൾക്ക് കൂടെ അഡ്മിഷൻ കിട്ടും. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ കുട്ടികൾക്ക് 1 മാസക്കാലം കഴിഞ്ഞിട്ടാണ് ക്ലാസ്സിൽ കയറാൻ വേണ്ടിയുള്ള അവസരം കിട്ടിയത്. അപ്പോൾ ഇതിലൊരു പ്രശ്നമുണ്ട്. പൊതുവിലുള്ള ഒരു നമ്പർ ഞാൻ കൃത്യമായിട്ട് ഓർമ്മിക്കുന്നില്ല, നോക്കി പറയാം. ഇതിലൊരു പിന്നുള്ളൊരിതിലൊരു ചില ആൾക്കാർ പ്രശ്നം പറയുന്നത് കേട്ടു ഞാൻ. ബാച്ചാണ് ആവശ്യം. ബാച്ച് എന്ന് വെച്ചാൽ അത് പ്രശ്നം എന്ന് വെച്ചാൽ അത് പുതിയ ടീച്ചറുടെ പോസ്റ്റ് വേണം, അതനുസരിച്ചുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ പോസ്റ്റ് വേണം. അത് എളുപ്പമല്ല. അത് പറഞ്ഞ ശരി തന്നെയാണ്. ഒരു ക്ലാസ്സിലിപ്പോൾ ഒരു 60-65 കുട്ടികളൊക്കെ ചില സ്ഥലങ്ങളിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രമേ മാർഗം ഉള്ളൂ. അപ്പം ഇത്രയും മുന്നൊരുക്കത്തോടുകൂടിയും ഇത്രയും തയ്യാറെടുപ്പോടുകൂടിയും ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു കുറ്റവും കണ്ടുപിടിച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കുന്നത് ശരിയല്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബാച്ചിൻ്റെ കാര്യത്തിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് ഈ തിരുവിതാംകൂർ മേഖലയിലൊക്കെ കുറേ ബാച്ച് ഉണ്ട്. 25 കുട്ടികളും 20 കുട്ടികളൊക്കെ തന്നെ പഠിക്കുന്ന ബാച്ചുണ്ട്. അതെടുത്ത് മാറ്റിക്കൂടി എന്തൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനെ മാറ്റി അത് അവിടെയുള്ള ആൾക്കാർ സമ്മതിക്കില്ലല്ലോ. 25 കുട്ടിയുടെ വിദ്യാഭ്യാസമാണെങ്കിൽ നമുക്കത് ആ കുട്ടിയെ അതിൻ്റെ പരിഗണനയും സമയം കൊടുത്താലും മതിയാവും. അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ശരിയാവില്ലല്ലോ. അത് പ്രശ്നം പരിഹരിക്കും. കാരണം ഇതിപ്പം ഹയർ സെക്കൻഡറിയുടെ ഇപ്പോൾ SSLC പാസ്സായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ITI പോകുന്ന കുട്ടികളുണ്ട്, പോളിടെക്നിക് പോകുന്ന കുട്ടികളുണ്ട്, അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ഞങ്ങളുടെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പോകുന്ന കുട്ടികളുണ്ട്. മറ്റ് മെഡിക്കൽ കോഴ്സ് ഉണ്ടല്ലോ, ധാരാളം പേര് അതിൽ പോകുന്നവരുണ്ട്. അതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് പരിഹാരം കാണും. ആകെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ പുതിയ ബാച്ച് അനുവദിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് പൊതുവിൽ നമ്മൾ എല്ലാവരും സഹകരിച്ചാൽ മാത്രമേ ആ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ.